Hi all Vawal Makal, I'm your Batman agent and this is our നട്ടപ്പാതിര വീഡിയോ. എൻ്റെ ഒരു നട്ടപ്പാതിര വീഡിയോയ്ക്ക് നിങ്ങൾ ഇത്രത്തോളം വെയിറ്റ് ചെയ്ത് കാണില്ല. ഈ ഒരു നട്ടപ്പാതിര വീഡിയോയ്ക്ക് നിങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആവുമെന്ന് എനിക്കറിയാം. ബിക്കോസ് ദ ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ ഉണ്ണി ബായ് യെ ക്യാ ബായ് തും ക്യാ കർത്താ ഹെ ബായ് ഒരു ഹിറ്റ് കിട്ടി. കുഴപ്പമില്ലാത്ത രീതിയിൽ അടുത്തൊരു സിനിമ അങ്ങോട്ട് ഓടിയില്ല എന്ന് പറഞ്ഞു പോയി. എന്നാൽ ആ കിട്ടിയ ഹിറ്റ് കൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്ന കുറേ ഇമേജൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും തും ക്യാ കർത്താ ഹൈ യേ ക്യാ ഹെ ബൈ. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഉണ്ണി മൂന്തൻ മർദ്ദിച്ചെന്ന് ഉണ്ണി മൂന്തൻ്റെ പ്രൊഫഷണൽ മാനേജറായ ബിപിൻ കുമാർ പരാതി നൽകിയിരിക്കുക. ഓക്കെ, ഇപ്പം ബിപിൻ കുമാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്കെതിരെ നടന്ന PR വർക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ കോർ ഓഡിയൻസ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിപിൻ കുമാർ ആരാണെന്നും എങ്ങനെയാണെന്നും എന്താണെന്നുള്ളതും അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിനകത്ത് എന്താണെങ്കിലും ഇടും, പിൻ ചെയ്ത് വെക്കും. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. പക്ഷെ ഞാൻ അതൊന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇത് വേറൊരു ഇഷ്യൂ ആണ്. ഞാനും വിപിൻ കുമാറുള്ള അവിടെ നിൽക്കട്ടെ, ഉണ്ണിമൂന്തനും ഞാനുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഇഷ്യൂ നോക്കാം. അതല്ലേ പ്രൊഫഷണലിസം. അതാണ് സീക്രട്ട് ഏജൻറ്റ്, വർമ്മൻ എഫക്റ്റ്. അപ്പോൾ സംഗതി ഈ വിപിൻ കുമാറിനെ ഇയാൾ അടിച്ച വേറൊന്നിനുമല്ല, നരിവേട്ട സിനിമയുടെ റിലീസിന് മുമ്പ് ഈ വിപിൻ കുമാർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് സാമാന്യം നല്ല രീതിയിൽ വിപിൻ കുമാർ ടൊവിനോനെ കുറിച്ച് പൊക്കി അടിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ മൈ ഡിയർ ടൊവിനോ, having been with him since 7th day, 2014 7th day, I am overjoyed to see how much he have grown both as an actor, as a star. His dedication to every role, his commitment to the craft and the willingness to go the extra mile for every film is admirable. We have shared this journey together and as both as a friend, as a colleague, this is a proud moment. His performance as Varghese in Nariveta is matured and compelling എന്ന് പറഞ്ഞിട്ട് ടൊവിനോനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. അത് നമ്മളെ ഉണ്ണി സാറിന് പറ്റിയില്ല. ഉണ്ണി സാറ് പിടിച്ച് അടിച്ചു എന്നാണ് ഇപ്പം വിപിൻ്റെ പരാതിയിൽ വിപിൻ എഴുതി കൊടുത്തിട്ടുള്ളത്. വിപിൻ്റെ പരാതി എഴുതി കൊടുത്ത് ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ സിനിമേൻ്റെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് അടിച്ചു എന്ന് മാത്രമല്ല, മാർക്കോ സിനിമ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സിനിമ പരാജയമായി എന്നും അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഫഷണലി ഒരു ഡിപ്പ് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആൾ ഡൗൺ ആയിപ്പോയി. ഉണ്ണിയേട്ടൻ ഡൗൺ ആയിപ്പോയി എന്നും ഈ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത് അയാളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു എന്നും ഇതിന് മുമ്പ് അയാളുടെ കൂടെ വർക്ക് ചെയ്ത പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും 6 വർഷമായിട്ട് പ്രൊഫഷണൽ മാനേജറായിട്ട് PR വർക്കുകൾ ചെയ്യുന്ന പ്രൊഫഷണൽ മാനേജർ, നോട്ട് ദ പോയിൻറ്റ്. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഇന്ന തന്തയ്ക്ക് വിളിച്ച കുറേ എണ്ണങ്ങളുണ്ട്. ഈ വിപിൻ കുമാർ PR വർക്ക് ഉണ്ണിമൂന്തൻ്റെ മെയിനായിട്ട് ചെയ്യുന്നത് ഇവനാണ്. ഈ റിലീജിയനും പരിപാടിയും വെച്ചിട്ട് എനിക്കിട്ട് അടിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതോടെ നിൽക്കട്ടെ. എന്താ പറയുക, പറഞ്ഞു പോകൂടെ, അത്രത്തോളം നമുക്ക് ഉണ്ട് മനസ്സിനകത്ത്. ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഇതിൽ പരാതിയിൽ പറയുന്നുണ്ട്, ഉണ്ണിമൂന്തൻ ഈ പറഞ്ഞ മാർക്കോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. പ്രൊഫഷണലി ഭയങ്കര ഡൗൺ ആണ്. അത് അയാളെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ആ ബാധിച്ചതിൽ വന്ന രോഷം, ദേഷ്യം, പിന്നെ ഓൾറെഡി ഗോകുലം മൂവീസുമായിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന, ഇയാൾ ഡയറക്റ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂവി, അത് ഗോകുലം മൂവീസ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വേറൊരു പ്രമുഖ താരം ഒരു ചിത്രം അനൗൺസ് ചെയ്ത് ആരംഭിച്ചു. ഓക്കെ, അങ്ങനെ കുറേ ഈ പ്രൊഫഷണൽ ഇഷ്യൂസ് ഇയാൾക്കുള്ളത് കൃത്യമായിട്ട് ഈ കംപ്ലയിൻറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പം ഈ തല്ല് കിട്ടാനുണ്ടായ റീസണും പറയുന്നുണ്ട്. DLF ന്യൂ ടൗൺ ഹൈറ്റ്സിലേക്ക് 1ാം നിലയിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ അടിച്ചു എന്ന് തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കംപ്ലയിൻറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ ടൊവിനോയുടെ സിനിമയുടെ പോസ്റ്റ് ഇട്ടതിനാണ് ഇയാൾക്ക് മർദ്ദനം കിട്ടിയത് എന്ന് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് അയക്കൽ. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. HLBക്ക് പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി
കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത്. ഞാൻ 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. അത് ഓക്കെ പറഞ്ഞു. ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണോ ആദ്യം ഫോണിലാണ് അടുത്തകാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യം ഫോണിലാണ് വിളിച്ചത്. അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. നേരിട്ട് കാണുമായിരുന്നോ? അതെ അതോട് വരാൻ പറയും. ഇന്നലെയാണോ ഇന്നാണോ സിനിമയുടെ പോസ്റ്റ്? അത് നല്ല സിനിമയാണെന്ന് വിപിന്റെ പേജിലാണ് ഇട്ടത്. അതെ, എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഉണ്ണിയുടെ മാനേജറായ സമയത്ത് തന്നെ നിങ്ങളൊരു ഞാൻ PR കൺസൾട്ടന്റ് ആണല്ലോ. ഞാൻ PR കൺസൾട്ടന്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ അത് ഉണ്ണിക്ക് അറിയുന്നല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം. ഞാൻ പറയും, ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. ഈ ഫോണിലും നേരിട്ടും ഒക്കെ എന്താണ് പറയുന്നത്? ഉണ്ണി എന്താണ് ഈ അസത്യം പറഞ്ഞത്? അതൊക്കെ ഞാൻ അത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ പറയും. കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അത് എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് ഞാൻ ഫെഫ്റ്റയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് താങ്കളുടെ ഫ്ലാറ്റിലേക്ക് വന്ന് അതെ വിളിപ്പിക്കുകയായിരുന്നു. അതെ പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട്. അതെ എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ പോയായിരുന്നു. പോയിട്ടുണ്ടാവില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? ആയുധം വെച്ചാണോ? അല്ല, ആയുധമൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്. അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പ് ആയി മാറുമായിരുന്നു. താങ്കൾ ഒരു കണ്ണടയൊക്കെ ചവിട്ടി പിടിച്ചിരുന്നു. അതെ ഏതാണ്? എന്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടി പിടിച്ചു. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണ് അത്? ഈ ഇതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് വയ്യ, തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങി. മസിലളിയൻ എന്താണെങ്കിലും വേറെ ആയുധമൊന്നും ഉപയോഗിച്ചിട്ടില്ല, അടിച്ചതാണ് ചെങ്ങായിനെ. കണ്ണടേൻ്റെ കാര്യം അതിൻ്റെ ഒരു നമ്മളെ ഹൈദർബായി ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ടോവിനോ തോമസ് കൊടുത്ത കണ്ണടയാണ് വിപിൻ കുമാറിന്. ദേഷ്യത്തിൽ ചവിട്ടി പൊട്ടിച്ചു. ടോവിനോ തോമസ് കൊടുത്ത കണ്ണട നീ വെക്കണ്ടടാ എന്ന് പറഞ്ഞിട്ട് ചവിട്ടി പൊട്ടിച്ചു. അതൊരു എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളെടുത്തു. ഇതെന്താ വിഷയം എന്നറിയോ? ഇവിടെ ലൈക്ക് ഉണ്ടടേ ഈ സിനിമയ്ക്കകത്ത് ഇപ്പോഴും ഈ പ്രൊഫഷണൽ ജലസി, പേഴ്സണൽ ജലസി ഭയങ്കരമാണ്. മനസ്സിലായോ? ടൊവിനോ, ഉണ്ണിമൂന്തൻ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് ചോദിച്ചറിയാം ദർ ഈസ് എ കോൾഡ് വാർ ബിറ്റ്വീൻ ദം. അപ്പം അത് ഇപ്പം എക്സ്പോസ്ഡായി, മനസ്സിലായില്ലേ? ഈ വിപിൻ കുമാറിൻ്റെ വായ തുറന്ന പല സാധനങ്ങളും പുറത്തു വരും. നീ വായ തുറക്കണം, വിപിൻ കുമാർ വായ തുറക്കണം. അതാണ് എനിക്ക് വേണ്ടത്, മനസ്സിലായോ? നീ വായ തുറന്ന് കുറേ കാര്യങ്ങൾ കേൾക്കട്ടെ. അതോ നിൻ്റെ വായ തുറപ്പിക്കാതെ ഇത് കോംപ്രമൈസ് ആക്കി വിടുമെന്നുള്ളതും കണ്ടറിയണം കോശി. ഈ AMMA അസോസിയേഷനൊക്കെ ഇനി എന്ത് കാണിക്കുമോ? സ്ഥിരവിരകളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി, അവരിൽ നിന്ന് മാറി ഒരാൾ ഇതും സ്ഥിരം പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കേസുകളും വള്ളികളും പിടിക്കുന്നുണ്ടല്ലോ. എന്താല്ലേ, ഒരു നല്ലൊരു ഗ്രാഫ് ഒന്നിങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് എന്തായി? എന്ത് കഥ ഇതൊക്കെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞാൻ പിന്നെ എന്താ പറയുക, കൂടുതൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊന്ന് ഇതിന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ആൻഡ് ഓബിയസ്ലി ഞാൻ ആ അടിയിൽ കമൻറ്റിൽ കൊടുത്ത ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഈറ്റീം തീട്ടമായിട്ട് നടന്നവർ തെറ്റി രണ്ട് വഴിക്ക് പോവുമോ, അതോ നാളെ മുതൽ രണ്ടിനെയും ഫെവിക്കോൾ വെച്ച് ഇൻഡസ്ട്രിക്കാർ ഒട്ടിച്ചു വിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ.